റോഡിൽ നാഗനക്കട്ട എന്നുള്ള പ്രദേശത്ത് റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം ഒരുപാട് മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ അവിടെ സംഭവിക്കേണ്ടത്. അതുകൂടാതെ നിരവധി അപകടങ്ങൾ അവിടെ തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. പകരം ഡ്രെയിനേജ് നിർമ്മിക്കാതെ ഈ മഴവെള്ളം മുഴുവനും റോഡിലേക്ക് തന്നെ ഒഴുക്കി വിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നേരത്തെ പണിയാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്യുന്നതിന് വേണ്ടി 25 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. അപ്പോൾ ഈ റോഡ് കടന്നു പോകുന്നത് കാരണം ആ 25 ലക്ഷം രൂപയിൽ ചെയ്യുന്ന പദ്ധതികളൊക്കെ ഞങ്ങൾ തന്നെ ചെയ്തോളാമെന്നുള്ള എഞ്ചിനീയേഴ്സിന്റെ ഉറപ്പിന്മേലാണ് അന്ന് ആ തുക മറ്റൊരു സ്ഥലത്തേക്ക് വകമാറ്റി കൊടുത്തത്. അപ്പോൾ റോഡ് പണി പൂർത്തിയായതോടുകൂടി യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഇല്ലാതെ ഈ റോഡ് ഇങ്ങനെ അവിടെ അതിൽ തന്നെ 2-3 മരണങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് നടന്നു. നിരവധി ആക്സിഡന്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനെതിരെ ഇനിയും അത് കാര്യമായ പ്രവർത്തനങ്ങൾ അവിടെ ചെയ്തില്ലെങ്കിൽ വരും കാലങ്ങളിൽ വലിയ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നാട്ടുകാരൊക്കെ യോജിച്ച് ഒരു റോഡ് സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് പ്രദേശമാണ്. അവിടെ ഒരു പള്ളിയും പിന്നെ അതുപോലെ 150ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന മദ്രസയും അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു ഭജന മന്ദിരവും കാര്യങ്ങളുണ്ട്. അവിടെയൊക്കെ ഈ ഭക്തജനങ്ങൾ അതുപോലെ തന്നെ ബാക്കി വിശ്വാസികളൊക്കെ തിങ്ങി രാത്രികാലങ്ങളിൽ നടക്കുന്ന പ്രദേശമാണ്. അവിടെ ഈ KSTPയുടെ ആവശ്യമായ സ്ട്രീറ്റ് ലൈറ്റോ അതുപോലെ തന്നെ ഈ റോഡ് ക്രോസ് ചെയ്യാനുള്ള സീബ്ര ലൈനോ ഡ്രെയിനേജോ ഫുട്പാത്ത് സംവിധാനങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് അടിയന്തരമായി ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും കളക്ടർമാർക്കൊക്കെ നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതും തുടർന്ന് ഇതിനെന്തെങ്കിലും നടപടി ഉണ്ടായില്ലെങ്കിൽ ഭാവിയിൽ വലിയൊരു അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് നാട്ടുകാരിങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി ആളുകളെ ദോഷം ചെയ്യുമ്പോൾ ഇത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് എടുത്തോളും. പിന്നീട് ഇപ്പോൾ നമ്മൾ ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തൽക്കാലത്തേക്ക് ഒരു പിന്നെ സ്പീഡ് ബ്രേക്കർ അവിടെ വെച്ചിട്ടുണ്ട്. ഒരാഴ്ച കഴിഞ്ഞ് നോക്കാന്നുള്ള രീതിയിലാണ്. അപ്പോൾ സ്പീഡ് ബ്രേക്കർ ഒന്ന് വെച്ചത് കൊണ്ടൊന്നും അടുത്ത പ്രശ്നങ്ങൾ പിന്നെ പരിഹരിക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ജനങ്ങൾ നടന്നു പോകുന്ന റോഡ് തന്നെയാണ്. റോഡിൻ്റെ സൈഡ് ഡ്രെയിനേജുള്ള ഫുട്പാത്തുണ്ട്. അപ്പോൾ അവിടെ നിരന്തരം 200-300 ആൾക്കാരുടെ രാത്രികാലങ്ങളൊക്കെ പോകുന്നതാണ്. പള്ളി മദ്രസ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ബാക്കി പ്രദേശങ്ങളിലുള്ള ഈ KSTP പിന്നെ ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. അപ്പോൾ രാത്രി അത് ഇരുട്ടാകുമ്പോൾ റോഡിൽ ഇറങ്ങി നടക്കുമ്പോൾ വാഹനങ്ങൾക്ക് പിന്നെ അത് ഡ്രൈവ് ചെയ്യുന്ന ആർക്കും വലിയ ബുദ്ധിമുട്ടാണ്. ഒഴിവാക്കി തന്നാൽ നല്ലത് പറഞ്ഞു. കോവിഡിൻ്റെ കാര്യമായിട്ട് കുറച്ച് ഡിലേ വന്നപ്പോൾ ഞങ്ങൾ MLA സാറിനായിട്ട് ബന്ധപ്പെട്ടു. അതുപോലെ തന്നെ ഈ പറയുന്ന ഡ്രെയിനേജിൻ്റെ കാര്യമാണ്. പള്ളിൻ്റെ ഗ്യാപ്പ് കുറച്ച് കുറവാണ്. അവരതുമെല്ലാം ഞങ്ങളോട് മുമ്പ് എല്ലാ എഞ്ചിനീയർമാരും അതാത് സമയത്ത് ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു അതുകൊണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരെല്ലാം പിന്നെ ചില അവർക്ക് അറിയാം ഈ റോഡ് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ എല്ലാം ബ്ലോക്കാവും. ആ സമയം വരെ അവരെല്ലാം ഒക്കെയാണ്. എല്ലാ കാര്യങ്ങളും വേണ്ട കോലത്തിൽ ചെയ്താൽ ഓരോരുത്തർ ഞാൻ നിരന്തരം ബന്ധപ്പെട്ടുണ്ടായിരുന്നു. നമ്മുടെ കമ്മിറ്റി അത് ഇതൊക്കെ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇതൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഇതൊക്കെ കുറച്ചോ ഡിലാമെന്ന് തോന്നിയപ്പോൾ എന്നെ MLA സാറുമായിട്ട് വീട്ടിൽ പോയിട്ട് നിവേദനം കൊടുത്ത് കാര്യങ്ങൾ അവരോട് വന്നു അന്വേഷിച്ചു. ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ പാസ്സായ ഫണ്ടിൽ ഇതൊന്നും ചെയ്യാനില്ല. വീണ്ടും സാങ്ഷനായി വന്നാലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 10-15 ദിവസം വീണ്ടും അന്വേഷിച്ചപ്പോൾ അതിനുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ട്. സീതാങ്കുളിയിൽ അതിലൊരു യോഗം വിളിച്ചിട്ടുണ്ട്. മിനിസ്റ്റേഴ്സ് അതുപോലെ തന്നെ ഇതിൻ്റെ അതോറിറ്റി ചെയർമാനും കാര്യങ്ങളൊക്കെ. അങ്ങനെ പറഞ്ഞല്ലാണ്ട് ഇതുവരെ ഇപ്പോൾ ഈ അപകടങ്ങളും ഈ വിഷമങ്ങളും ഇപ്പോഴും ഇതെല്ലാം നിങ്ങൾ ദൃക്സാക്ഷികളാണ്. ഈ പറയുന്ന ഈ 1 മാസത്തിൽ 2 മരണം നടന്നത് ഞങ്ങളായിട്ടുള്ളതാണ്. ഇത് ഈ റോഡ് വരുന്നതിന് കുറെ കാലം മുമ്പ് ആക്സിഡന്റ് നടക്കുന്നു. പക്ഷെ ഇത്ര ഗുരുതരമായിരുന്നു.